സീരിയലുകൾ മാത്രം കണ്ടിരുന്ന ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ വിപ്ലവകരമായി മാറിയ പരമ്പരയാണ് ഉപ്പും മുളകും. ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത പരമ്പര 2015 ആരംഭിക്കുന്നത്. അന്ന് മുതലിങ്ങോട്ട് ജനപ്രീതിയിൽ ഒന്നാം സ്ഥാനം തന്നെ ലഭിക്കുകയും ചെയ്തു. ഇടയ്ക്ക് ഷോ നിർത്തിയെങ്കിലും രണ്ടാം ഭാഗമായി എത്തിയിരുന്നു. വീണ്ടും ഉപ്പും മുളകും നിർത്തിവെച്ചിരിക്കുകയാണ്. വൈകാതെ മൂന്നാമതും ഷോ പ്രേക്ഷകരിലേക്ക് എത്തിയേക്കുമെന്ന വിവരമാണ് അടുത്തിടെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയത്. എന്നാൽ മൂന്നാം ഭാഗത്തിൽ പഴയ താരങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. തങ്ങൾക്ക് ഇതുവരെ അങ്ങനെയൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് ഉപ്പും മുളകിലെ നായകനായി അഭിനയിക്കുന്ന ബിജു സോപാനവും നടി നിഷ സാരംഗും പറയുന്നത്. ഉപ്പും മുളകും 3 വരുന്നുണ്ട്, തൽക്കാലം ബ്രേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് നിർത്തിയത്. മൂന്നാം ഭാഗം എപ്പോൾ തുടങ്ങുമെന്ന് ആർട്ടിസ്റ്റായ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. സാധാരണ പറയാറുണ്ടെങ്കിലും ഇത്തവണ ഒന്നും പറഞ്ഞില്ല. സീസൺ 3 തുടങ്ങുമെന്നാണ് അറിഞ്ഞത്. ഉപ്പും മുളകും എന്ന പ്രൊഡക്റ്റ് ഫ്ലവേഴ്സിൻ്റേതാണ്. വേറെ ആരെ വെച്ചിട്ടാണെങ്കിലും ഉപ്പും മുളകും ചെയ്യാം. സീസൺ 3 അങ്ങനെ തുടങ്ങാനിരിക്കും പ്ലാൻ. അതുകൊണ്ടാവും ഞങ്ങളെ അറിയിക്കാത്തത്. ഇനി അറിയിച്ചാൽ തീർച്ചയായിട്ടും പോകുമെന്നാണ് സെല്ലുലോയിഡ് മാഗസിൻ നൽകിയ അഭിമുഖത്തിലൂടെ ബിജുവും നിഷയും വ്യക്തമാക്കിയത്. ഞങ്ങൾ വേറെ ഏതെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാൻ പോയാൽ ഒത്തിരി കമൻറ്റുകൾ വരാറുണ്ട്. നിങ്ങളെന്തിനാണ് വേറെയുള്ളതിലേക്ക് പോകുന്നത്? അതൊക്കെ ഉപ്പും മുളകിൻ്റെയും അത്രയും വരുമോ? നിങ്ങളെ ഞങ്ങൾക്ക് ഉപ്പും മുളകിലും കാണാനാണ് താല്പര്യം. വേറെ എന്ത് ചെയ്താലും ഉപ്പും മുളകിലും ഉറപ്പായിട്ടും ഉണ്ടാകണം എന്നൊക്കെയാണ് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയാറുള്ളത്. അത്തരത്തിലുള്ള പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളതും ഉപ്പും മുളകും ഞങ്ങളുടേതല്ല, അത് ചാനലിൻ്റെ പ്രൊഡക്റ്റാണ്. ഏതൊക്കെ ആർട്ടിസ്റ്റിനെ വെച്ച് മുന്നോട്ട് പോകണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. നിലവിൽ ഞങ്ങൾക്ക് യാതൊരു അറിയിപ്പും കിട്ടിയില്ല. വൈകാതെ ഷോ വരുമെന്ന് പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ഞങ്ങളുണ്ടാകുമോ എന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് ബിജു സോപാനവും നിഷ സാരംഗും പറയുന്നത്. ആരുടെയും ബ്രില്യൻസോ കഥ നേരത്തെ തയ്യാറാക്കിയത് കൊണ്ടോ ഒന്നും മുന്നോട്ട് പോയതല്ല. അപ്പോൾ തോന്നുന്ന സന്ദർഭങ്ങൾ ആർട്ടിസ്റ്റുകൾ കൂടി ചേർന്നാണ് എഴുതി കഥയായി ചെയ്തിരിക്കുന്നത്. ഉപ്പും മുളകും ഇത്രയും വിജയമായതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററുടെയും സംവിധായകൻ്റെയും പിന്തുണ വലുതാണ്. ഇതിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ്. മാത്രമല്ല, ഇത് ഇത്രയും നീണ്ടുപോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. സീരിയലും സിനിമയുമൊക്കെ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇങ്ങനെയൊരു മാജിക് സീരിയലോ സിനിമയിലോ കാണിക്കാനും സാധിക്കില്ല. കാരണം സ്പോട്ടിൽ നിന്നും കഥയിലെ പ്രധാന സംഭവങ്ങൾ ആർട്ടിസ്റ്റുകൾ പറഞ്ഞ് ചെയ്യാറുണ്ടെന്നും ബിജു പറയുന്നു.